ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോർട്സ്മാൻ്റെ പുതിയ ഡേയിലേക്ക് വേണ്ടി സ്വന്തം കേസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് BR റാങ്ക് പുഷിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേസ് നെക്സ്റ്റ് മാപ്പാണ് കേസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എവിടം വരെ എത്താൻ പറ്റുമെന്ന് നോക്കാം കേസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇജക്റ്റ് ചെയ്തിട്ടില്ല. അതാ നമ്മൾ ഇജക്റ്റ് ചെയ്തിട്ടുണ്ട് കേസ്. നമുക്ക് ഫാമോട്ടോപ്പിയിലോട്ട് പോകാം കേസ്. പക്ഷേ ബർമുഡ മാപ്പിൽ പീക്ക് പോലെയാണ് കേസ് ഇവിടുത്തെ ഫാമോട്ടോപ്പിയ. ഭയങ്കര എനിമി ആയിരിക്കും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. എനിമിയുണ്ട് താഴത്തൊക്കെ ദേ എനിമി പോകുന്നത് കാണാം കേസ്. അപ്പോൾ വോളിയമൊക്കെ കൂട്ടി വെച്ച് നമുക്ക് ദേ പോവാം. അപ്പോൾ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് എത്ര കില്ലെടുക്കാൻ പറ്റുമോ നോക്കാം കേസ്. ഇപ്പോൾ റാങ്ക് പുഷിംഗ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ സർവൈവ് ചെയ്ത് കളിക്കാനായിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ കേസ് ഞാനിത് വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ കാണും. ഇതാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. അഹിച്ച് തുടക്കം. ഇനി മാക്സ് 7 കിട്ടിയിട്ടുണ്ട് കേസ്. അത് വെച്ച് കുത്തിപ്പിടിക്കാൻ പറ്റും. ഫോറസ്കോപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മാക്സ് 7 ആവശ്യമില്ലെങ്കിലും ഇനി നമുക്ക് ആവശ്യം വരും. കണ്ടോ, HM8 ആവശ്യം വരുന്നു. ഇനി HM8 എനിക്ക് നല്ല ഗണ്ണ് അവനെ അടിക്കാൻ പറ്റിയില്ല. നല്ല ഗണ്ണ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ HM8 മാറ്റുന്നതായിരിക്കും കേസ്. എന്തായാലും ഇങ്ങോട്ട് വല്ല എനിമി വല്ലതും വന്നാൽ നമുക്ക് മാക്സ് 7 വെച്ച് കുത്തിപ്പിടിക്കാം. ഓക്കെ, ഒരു റിപ്പയർ കിറ്റ് കിട്ടിയിട്ടുണ്ട് കേസ്. അതെ, 500 FF കോയിൻ. ഇനി എന്ത് വേണം? AUG മതി ഗൈസ്. എനിക്ക് HM8-നേക്കാളും ഇഷ്ടം AUG തന്നെയാണ്. ഇങ്ങോട്ടൊരു എയർ ഡ്രോപ്പ് വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ മുകളിലൊരു എനിമി ഉണ്ട്. അവനെ സ്കോപ്പിട്ട് താഴത്തായിരുന്നു ഞാൻ അടിച്ചത്. മുകളിലൊരു എനിമി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലേ, അറിയത്തില്ല. അതെനിക്ക് തോന്നിയായിരിക്കും. വോയിസ് ഓവർ ചെയ്തപ്പോൾ തോന്നിയായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പുറത്തോട്ട് വരുവാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും എനിമിയൊന്നും എൻ്റെ തൊട്ടടുത്ത് എനിമി ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലായിരിക്കും. മുകളിലൊക്കെ ഭയങ്കര എനിമി ആയിരിക്കും. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് അവനെ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്താണ്ട് SKS കിട്ടിയിട്ടുണ്ട്. അതാകുമ്പോൾ സ്കോപ്പിട്ട് അവനെ അടിക്കാൻ പറ്റും. അപ്പുറത്തോട്ട് പോയിട്ട് ഇവൻ്റെ തല നോക്കി നമുക്ക് പൊട്ടിക്കാം കേസ്. ഇപ്പോൾ അവിടെ എനിമി ഉണ്ടടാ. അതിൻ്റെ ഇടയ്ക്ക് മുകളിൽ നിന്ന് അടി കിട്ടിക്കഴിഞ്ഞാൽ തീരും. അത് മാക്സിമം വെച്ച് അവനെ കുത്തിപ്പിടിക്കോ. ഓക്കെ ഗെയ്സ്, അവൻ്റെ കാര്യത്തിൽ ഒരു കിണ്ണം കാച്ചി ഹെഡ്ഷോട്ടോടെ തന്നെ അവൻ്റെ കാര്യം നമ്മൾ തീർപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് M4A1 ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ M4A1 എടുത്തിട്ടുണ്ട് ഗെയ്സ്. ഒരു അപ്ഗ്രേഡ് ജിപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് M4A1 മാക്സ് ആക്കാം. വുഡ്പക്കറുണ്ട്, പക്ഷേ എനിക്ക് ഇപ്പോൾ M4A1 2 കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് തൃപ്തിപ്പെടാം കേസ്. എന്നെ എവിടുന്നോ ഏതോ ഒരുത്തൻ അടിച്ചു. എവിടുന്നാണ് അവൻ അടിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല പൊട്ടിക്കലായിരുന്നു അവൻ പൊട്ടിച്ചത്. നമ്മുടെ വെസ്റ്റൊക്കെ പോയി. അത് ഏത് വെസ്റ്റാണ്? എനിക്ക് തോന്നുന്നു ലെവൽ 2 ആണെന്ന്. അതാണ്ട് അവിടെ ഒരു അപ്ഗ്രേഡ് ജീപ്പുണ്ട് ഗൈസ്. തേടിയ വള്ളി കാലേ ചുറ്റിയെന്ന് പറഞ്ഞാൽ മതി ഗൈസ്. അതാണ്ട് നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ 3 ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് പോവാണ്. അതാണ്ട് FF കോയിനൊക്കെ ഉണ്ട്. അതൊക്കെ മാക്സിമം കളക്ട് ചെയ്ത് വെക്കാം. ഇനി ആവശ്യം വരുമായിരിക്കും. ലെവൽ 2 ബാഗ് ലെവൽ 3 ഉണ്ടല്ലോ നമുക്ക്. അതെന്തോ മിസ്റ്റേക്ക് പറ്റിയാണ് കേസ്. എന്തായാലും നമുക്ക് ബൈസൺ കിട്ടിയിട്ടുണ്ട്. മാക്സ് 1 മാറ്റിയിട്ട് നമ്മൾ ബൈസൺ എടുത്തിട്ടുണ്ട്. P90 കിട്ടിക്കഴിഞ്ഞാൽ P90 എടുക്കായിരുന്നു. ഓക്കെ, അത് ലെവൽ 2 വെസ്റ്റ് തന്നെയാണ് കേസ്. P90 ഒന്നും കാണുന്നില്ല ഇവിടെ ഒന്നും. 2 മെഡിക്കിറ്റ് അവിടെ കാണുന്നുണ്ട്. മെഡിക്കിറ്റൊക്കെ എടുത്ത് വെക്കാം. ആവശ്യം വരും മെഡിക്കിറ്റ്. ഓക്കെ, ഇവിടെ ഒരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് കേസ്. എയർ ഡ്രോപ്പ് ഒന്നും എടുക്കാൻ ഇതുവരെ ഒരുത്തരം വന്നിട്ടില്ല. ഇനി വരുമോയെന്ന് അറിയത്തില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഈ ആമോ ഒക്കെ സൈഡിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. വെറുതെ എന്തിനാണ് ബാഗിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആൾക്കാർ വല്ലതും ഉണ്ടോ ഗൈസ്? ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ ഗൈസ്. ഓക്കെ, അവനിട്ട് 2 ഞെക്കിയിട്ടുണ്ട്. 24-18. നല്ല ഡാമേജ് ഒന്നും പോയില്ല ഗൈസ്. M4A1 ഒരു ഇതില്ല ഗൈസ്. അവനെന്തോ നല്ല ഗണ്ണ് വെച്ചിട്ടാണ് നമ്മളെ ഞെക്കിയത്. അത്യാവശ്യം നല്ല ഡാമേജ് തന്നെയാണ് പോയത്. ഏത് ഗണ്ണാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ AK വല്ലതും ആയിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് പോയിട്ട് ഈ എയർ ഡ്രോപ്പ് എടുക്കുക. അതാകുമ്പോൾ ലെവൽ 4 വെസ്റ്റൊക്കെ കിട്ടും. പക്ഷേ ഇത് കണ്ടുകൊണ്ട് കുറേ എനിമികൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നല്ല ഗണ്ണും ഈ എയർ ഡ്രോപ്പിൽ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലാഭമായിരിക്കും. എന്തായാലും നമുക്കിപ്പോൾ 27 പേര് ലൈവ് ആയല്ലോ. ഒരു കില്ലും ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ചത്താലും നമുക്ക് പ്ലസ്സേ കിട്ടുള്ളൂ ഗൈസ്. ബൂയി എടുക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമ്മൾ UAV ലൈറ്റ് അങ്ങനെ കണ്ടല്ലോ ഇതിൻ്റെ പേര്. ഓക്കെ ഗൈസ്, SVD വന്നിട്ടുണ്ട്. ഞാൻ SVD എടുത്ത് ഗൈസ്. M4A1 ലെവൽ 3 അവിടെ വെച്ചിട്ടുണ്ട്. SVD നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഗ്രോസ H വല്ലതും കിട്ടുമെന്നാണ് ഞാൻ നോക്കുന്നത്. ഗ്രോസ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ എടുക്കാം. ഗ്രോസയുടെ അത്ര ഒരു ഇതൊന്നും SVDക്കൊന്നും ഇല്ല ഗൈസ്. ഗ്രോസ വെച്ചിട്ടുണ്ടെങ്കിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ പടാവും. വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഏത് കണ്ണാണ് M17 ആണോ? അതൊന്നും വേണ്ട എനിക്ക്. ഹീൽ. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടുണ്ട്.
അത് അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ദാണ്ടെ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഒരുത്തൻ ഞെക്കുന്നുണ്ട്. അവൻ്റെ തല എനിക്ക് കാണാം. പക്ഷേ ഞാൻ സ്കോപ്പ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ SVD കൊണ്ട് 2 ഞെക്കിക്കഴിഞ്ഞാൽ അവൻ ചാവും. പക്ഷേ സ്കോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവൻ നമ്മളെ കൊല്ലുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ സ്കോപ്പ് ഇടാൻ പോകുന്നില്ല ഗൈസ്. അവിടുന്ന് മുങ്ങുവാണ്. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് 2 മെഡിക്കറ്റ് അടിക്കുന്നില്ല. ഞാനിവിടെ നേരെ പോവാണ്. ഇൻഹേലർ വലിച്ച് കയറ്റിച്ചാൽ മതി. വെറുതെ എന്തിനാ മെഡിക്കറ്റൊക്കെ കളയുന്നല്ലേ. ഓക്കെ ഗൈസ്, ദാണ്ടെ ഇവിടെ ഇതുണ്ട് ഗൈസ്. എന്തോ ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് HP കിട്ടും. HP കിട്ടും, EP കിട്ടും. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും EPയുടെ ആവശ്യം ഇല്ല. കാര്യം നമ്മൾ കൈറോസ് ക്യാരക്ടർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് EP അതുവഴി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് ദിമിത്രി, കൈറോസ്, സോണിയ ഇതൊക്കെയാണ് ഗൈസ്. പിന്നെന്ത് ചെയ്യാനാ, ന്യൂ പ്ലെയർ ആയി പോയില്ലേ. നമ്മളൊക്കെ ന്യൂബ്, നിങ്ങളൊക്കെ പ്രോ പ്ലെയേഴ്സ് അല്ലേ. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ലില ക്യാരക്ടർ. ആ ക്യാരക്ടർ ഞാൻ കുറച്ച് നാൾ മുന്നേ ഇട്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഞാൻ ഇപ്പോൾ തിരിച്ചാക്കില്ല കേട്ടോ. ഞാനത് മാറ്റിയായിരുന്നു ആ ക്യാരക്ടർ ഈ കഴിഞ്ഞിടയ്ക്ക്. കാര്യം എന്തോ ഗ്ലൂ വാളിൻ്റെ സ്റ്റേജില്ലേ, അത് എനിക്ക് ലെവൽ 1 ആയിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയപ്പോൾ. അപ്പം ഞാൻ ആ ക്യാരക്ടർ മാറ്റി. ഇപ്പോൾ ലെവൽ 2 ആയിട്ടുണ്ട്. ആ ക്യാരക്ടർ പിന്നെ ഇടാം ഗൈസ്. ലെവൽ 1 ഉള്ളപ്പോൾ ആ ക്യാരക്ടർ ഇട്ടിട്ട് ഉപകാരം ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ വണ്ടിയിലിട്ടൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കുറയും. അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. എനിക്കത് വ്യക്തമായിട്ട് അറിയത്തില്ല ആ ക്യാരക്ടറിൻ്റെ സ്കില്ല് എന്തൊക്കെയാണെന്ന്. അതൊക്കെ ഇനി കളിച്ച് നോക്കണം ഗൈസ്. UMP ഉണ്ട്. UMPക്ക് എനിക്കെന്തോ നല്ല റയർ ഗൺ സ്കിൻ എങ്ങാണ്ടുണ്ട്. അത് റയറാണെന്നാണ് ഗരീന പറയുന്നത്. അത് റയറാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കോ അല്ല, ഞാൻ അതിൻ്റെ പേരൊന്നും പറഞ്ഞില്ലല്ലേ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു റയർ ഗൺ ഏതാണെന്ന് റയർ ഗൺ സ്കിൻ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ടിൽ വല്ല ഇവോ ഗണ്ണല്ലോ ഉണ്ടോ? എൻ്റെ അക്കൗണ്ടിൽ ഇവോ ഗണ്ണൊന്നും ഇല്ല ഗൈസ്. അവിടെ ഗ്രോസ് അയച്ചുണ്ടെങ്കിൽ നമുക്കത് പോയി എടുക്കാം. അതെന്തുവാ, എനിക്ക് തോന്നുന്നത് കാറാണോ അതോ കാർ മറ്റേ ഞാൻ ഉദ്ദേശിച്ചത് AR ആണ്. അത് കാറെന്നാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. M10 ആണോ എന്നും എനിക്കൊരു ഡൗട്ടില്ല. അതില്ല. കാറ് തന്നെ, KAR അവസാനം. ഓക്കെ, അതെനിക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അവിടെ ഒരു ലാൻഡ് മൈൻ വെച്ചിട്ട് ഇവിടെ നിന്ന് മുങ്ങാം ഗൈസ്. ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് തോളും. ഓക്കെ, ഇവിടെ ഇരിക്കുകയാണ് ഗൈസ് നമ്മൾ. അതിൻ്റെ മുകളിൽ ഒരുത്തന്നെ എനിക്ക് കാണാം. നമ്മൾ സ്കോപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അവനെ അടിക്കാൻ പറ്റും. ഓക്കെ, അവൻ്റെ പേട്ടത്തല കൊണ്ടില്ല അവനിട്ട് കൊണ്ടില്ല. ഓക്കെ എടാ, അങ്ങനെ സ്കോപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടുവടാ. അതിൻ്റെ എട്ടക്കൊരിത്തിരി അതിങ്ങനെ അവൻ്റെ വെസ്റ്റ് പൊട്ടിയേ. അതാണ് ആ ചിറക് കൂട്ടർ പോലത്തെ സംഭവം കാണിക്കണം. അത് ചിറക് പോലെയല്ലേ കാണിക്കണം. ഈ സോൺ വന്ന് നമുക്ക് പണി തന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് പണിയാവും. അവൻ മണ്ടനായതുകൊണ്ട് നമ്മളെ ഞെക്കിയിരുന്നേ ചിലപ്പോൾ പണിയായേനെ. അവൻ്റെ കയ്യിൽ ഏതോ നല്ല ഗണ്ണായിരുന്നു കേസ്. ഓക്കെ കേസ്, സേഫ് സോൺ അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മുകളിലോട്ട് കയറി. ഓക്കെ, അവൻ അവിടെ തന്നെ ഉണ്ട്. അവൻ അടിയിലോട്ട് പോയെന്ന്. അതെന്തോ എടാ മറ്റേ അവൻ സാൻഡീനോ വല്ലതും മിട്ടായിരിക്കും. എന്താണെന്നറിയത്തില്ല. ഓക്കെ കേസ്, ലൈവ് 16 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേസ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേത് കണ്ണാണ്? M60 ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ വുഡ് പെക്കർ ഒന്നും വേണ്ട. നമ്മളെ കയ്യിൽ SVD ഇരിക്കുമ്പോഴാണ് ഒരു വുഡ് പെക്കർ തന്നത്. ഓക്കെ, 15 പേരായിട്ടുണ്ട്. 13. എവിടെയോ നല്ല ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വല്ലതും സ്കോപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും കിട്ടുമായിരിക്കും. ഇതിന് മുകളിൽ ആരോ നിൽക്കുന്നുണ്ടോ? ഇല്ല ഗൈസ്, ആരും നിൽപ്പില്ല. ഓക്കെ, എൻ്റെ അടുത്തെവിടെയോ എനിക്ക് അതിൽ കൂടെ ആ എനിമീനെ അവർ കാണിച്ചു തരാം. ആ റെഡ് ഡോട്ട് കണ്ടോ ആ മാപ്പിൻ്റെ അവിടെ എനിമി ഉണ്ട്. ഓക്കെ എടാ, മണ്ടത്തരം കാട്ടിട്ടാ. അവനിപ്പം ഞെക്കി കൊല്ലായിരുന്നു. ഓക്കെ, ഒരു 57 പോയി. ഇതേ സൈഡിൽ വേറെ ഒരു 61 പോയി അവനിട്ട്. അവന്മാർ തമ്മിൽ ഫൈറ്റ് എടുക്കുവാണ്. പക്ഷേ നമ്മൾ അവിടെ തന്നെ നിന്ന് സ്കോപ്പ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ അവന്മാരെ കാണത്തുമില്ല. സോൺ വന്ന് നമുക്ക് പണി തരികയും ചെയ്യും. ഓക്കെ ഗൈസ്, എൻ്റെ പൊന്നോ, ഇതെന്തുവാടാ, നന്നായിട്ട് ഡാമേജ് പോകുന്നുണ്ട്. 5 വെച്ചിട്ടാണ് ഞാൻ EP ഉണ്ടായിട്ട് 5 വെച്ചിട്ടാണ് കേസ് ഡാമേജ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ വല്ല ഇരുന്നിട്ട് ഒരു മെഡിക്കറ്റ് അടിക്കാം. മെഡിക്കറ്റടാ, സോണായിരുന്നു. ഇവിടെ വല്ല ഇരുന്നിട്ടൊരു മെഡിക്കറ്റ് അടിക്കാം കേസ്. ഒരു മെഡിക്കറ്റ് വലിച്ചു കയറ്റുവാണ് നമ്മൾ. ഓക്കെ കേസ്, മെഡിക്കറ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ HP ആണ്. നമ്മളിപ്പോൾ ഫുൾ സെറ്റാണ്. ലെവൽ 4 വെസ്റ്റാണ് കേസ് അത്. ഓക്കെ,
ഇപ്പോൾ എനിമിനെയൊന്നും ഇവിടെ കാണുന്നില്ല. നമ്മൾ തന്നെ കളയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഭൂയ എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ടോപ്പ് 10 കയറിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ പ്ലസ്സേ കിട്ടുള്ളൂ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിവിടെ വല്ല എനിമി മരത്തിൻ്റെ പുറകിൽ കയറിയിരിക്കാം ഗൈസ്. ഇവിടെ ഒന്നും എനിമിനെയൊന്നും കാണുന്നില്ല. എനിമി എവിടെ പോയെന്നറിയത്തില്ല. 8 പേരേ ഉള്ളൂ. ഈ ചെറിയ സോണിൽ 8 പേരുണ്ട്. അതൊരു വലിയ സംഖ്യ തന്നെയാണ് ഈ ചെറിയ സോണ് നോക്കുമ്പോൾ. അത് അങ്ങോട്ടാണ്, അപ്പുറത്തെ സൈഡിലോട്ടാണ് സോൺ പോകുന്നത്. അപ്പോൾ അപ്പുറത്തോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെ നിന്നൊക്കെയാണ് അടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ്ട് അവിടെ ഒരുത്തൻ എൻ്റെ കയ്യിൽ സൈലൻസിൽ ഉള്ളതുകൊണ്ട് എവിടെ നിന്നാണ് അടി കിട്ടിയെന്ന് ആ മണ്ടൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്, 2 ഞെക്കേ കൊടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വല്ലതും ഇറങ്ങി വന്നതാണോ, വല്ല സർവൈവൽ ഗെയിം പ്ലേ വല്ലതും നടത്തിയവനായിരിക്കും. ഒരു ഞെക്കം കൊടുത്തപ്പോൾ 61, രണ്ടാമത്തെ ഞെക്കം കൊടുത്തപ്പോൾ 100 വെച്ചൊക്കെയാണ് പോയത്. എന്താണെന്നറിയത്തില്ല. നമുക്ക് ഇന്ന് ലൂട്ടൊക്കെ നോക്കാം. അറിയത്തില്ല ഗൈസ്, അത്യാവശ്യം ലൂട്ടൊക്കെ ഉണ്ട് ചെക്കന്. എവിടെയെങ്കിലും സർവൈവ് ചെയ്ത് കുത്തിയിരുന്നതായിരിക്കും. SKS ഒക്കെ ഇരിപ്പുണ്ട് കയ്യിൽ. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൈസ്. SVD ഉള്ളപ്പോഴാണ് അവൻ്റെ SKS. ഓക്കെ ഗൈസ്, ലൈവ് 5 കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. എവിടെയാണ് എനിമി ഉള്ളതെന്ന് അറിയത്തില്ല. എല്ലാവരും ചിലപ്പോൾ ആ വൈറ്റ് സർക്കിൾ കണ്ടോ, അങ്ങോട്ട് പോയി കാണും എല്ലാവരും. ഇപ്പം തന്നെ എല്ലാവരും അങ്ങോട്ട് പോയി കാണും. നമുക്ക് ഇതിലം വഴി പോകാം. മറ്റേ വഴി സ്ട്രൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പണിയാവും. താണ്ട ഒരുത്തൻ കാറിൽ വരുന്നു. മണ്ടനാണോ അവനിത്? അവൻ്റെ ഡാമേജ് പോകത്തില്ലേ? ഡാമേജ് അല്ലല്ലോ, HP പോകത്തില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ. അതും ഈ ലാസ്റ്റത്തെ സോണിൽ കൂടെ എന്നൊക്കെയാണോ കാണിക്കണം. ഓക്കെ, അവൻ ഇതേടെ ഒരു ഹെഡ്. ഈ റേഞ്ചിൽ നിന്ന് SVDക്കൊക്കെ ഇത്ര ഉള്ളതാ. ഇവിടെ നിന്നൊക്കെ ഹെഡ് റേഞ്ച് ഇത്രയും ഉണ്ടായിരുന്നു. എന്നാലും 68 പോയുള്ള SVDയുടെയൊക്കെ ഹെഡ്. എന്തുകൂടെ ഇത്? ഓക്കെ ഗൈസ്, ലൈവ് 4 കുറഞ്ഞിട്ടുണ്ട്. ഒരുത്തൻ ചത്തു. അവിടെ നിന്നാണോ എന്നറിയത്തില്ല. അവിടെ ഒരുത്തനുണ്ട്. ആ ഗ്ലൂ വാള്, 3 ഗ്ലൂ വാള് ഈ റൈറ്റ് സൈഡിൽ കണ്ടോ നിങ്ങൾ? അവിടെ ഒരുത്തനുണ്ട്. പിന്നെ ഈ വീടിൻ്റെ അകത്ത് 2 പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരിതുവരെ ഫൈറ്റ് കഴിഞ്ഞില്ലേ അവരുടെ? എന്തായാലും അവിടെ ഒരുത്തനുണ്ട്. അവനിങ്ങനെ നൈസായിട്ട് സോണിൻ്റെ അകത്ത് കയറി വരാനായിട്ടാണ് നോക്കുന്നത്. എന്തായാലും നമുക്ക് ഓക്കെ ഗൈസ്, അവൻ ചാടി ഇറങ്ങിയിട്ടുണ്ട്. 2 എടോ 36 ഇത് തന്നെയാടാ. ഓക്കെ, അവന് 86 പോയിട്ടുണ്ട്. അവന് നല്ല വെസ്റ്റ് HP ബൂസ്റ്ററൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്, അറിയത്തില്ല. ഓക്കെ ഗൈസ്, അവിടെ അവൻ സോണിൻ അവിടെ മറ്റെടുത്ത് ഒരുത്തൻ ചത്തു. ഇവനിട്ട് 2 ഞെക്കി കൊടുത്തത്. അവൻ നല്ല പ്ലെയർ ആണെന്നാണ് ഗൈസ് തോന്നുന്നത് അവിടെ. ഓക്കെ അവനെ സ്കോപ്പിട്ട് നിന്നാൽ മതിയായിരുന്നു. പക്ഷെ മറ്റവനങ്ങനെ തലക്കെട്ടടിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ പണിയാവും. അതുകൊണ്ടാണ് ഒരു ഗ്ലൂ വാൾ ഇട്ടാൽ മതിയായിരുന്നു. ഞാനപ്പോൾ അതൊന്നും ആലോചിച്ചില്ല. ഓക്കെ, 40, 83 എന്തുവാടേ ഇത്? ഓക്കെ, അവന് പിന്നെ സോണ് പണിയാവുമാണ് ഇപ്പുറത്തുള്ളവന്. മറ്റവൻ അവിടെ നിന്ന് മെഡിക്കറ്റൊക്കെ അടിക്കുവാണെന്ന് തോന്നുന്നു. അവനവിടെ തന്നെ നിൽപ്പുണ്ട്. ചിലപ്പോൾ നമ്മുടെ തലവല്ലോ സ്കോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നതെന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഈ രണ്ടവന്മാർ തമ്മിൽ ഓക്കെ, അവനെന്തോ ഗ്രനേഡ് അങ്ങാണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത് വലിയ സീനായിട്ടില്ല. അവൻ്റെ അപ്പുറത്ത് വഴി പോയിട്ട് മറ്റവനുമായിട്ട് ഫൈറ്റ് ഇടുന്ന സമയത്ത് നമുക്കിവിടെ നിൽക്കാം ഗൈസ്. ഓക്കെ, അവർ തമ്മിൽ ഫൈറ്റ് ആവാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മറ്റവരെന്തോ ഗ്രനേഡ് അങ്ങാണ്ട് എറിഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലാണ് ഗൈസ് ഫൈറ്റ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 പേരൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പോയി ഫൈറ്റ് ഇടില്ലേ? മറ്റവൻ ജസ്റ്റ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചാവത്തില്ലേ? എടാ, ആ ഒരു മണ്ടത്തരം കാണിച്ച് ഞാൻ. ഓക്കെ ഗൈസ്, ഇവനാണ് ഗൈസ് സർവൈവ് ചെയ്തത്. അവിടെ നിന്ന് മെഡിക്കറ്റൊക്കെ അടിക്കുമെന്ന് തോന്നുന്നു. ഈ സമയത്ത് ഞാൻ വല്ലതും വലിച്ചെറിഞ്ഞിരുന്നത് ചിലപ്പോൾ അവൻ ചത്തേനെ, സ്പോട്ടിന് ചത്തേനെ. അവൻ ഗ്രനേഡൊക്കെ വലിച്ചെറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അവനെ ചെന്ന് ഞെക്കാനായിട്ടാണ് ഗൈസ് നോക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ ഗൈസ്, എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാൻ എന്താ ചത്തു. ദിമിത്രിയൊക്കെ ഇട്ടിട്ടുണ്ട്. ദിമിത്രി ഇട്ട് എണീക്കാനായിട്ടാണ് നോക്കുന്നത്. ഓക്കെ ഗൈസ്, അവൻ നമ്മളെ കൊന്നു. ബൈ ഗൈസ്.